ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു പേപ്പറായിട്ടാണ് കേട്ടോ. ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രൂപക്കൊക്കെ വാങ്ങാൻ കിട്ടുന്നൊരു പേപ്പറാണ്. ആ ഒരു പേപ്പറിൻ്റെ നമ്മൾ പച്ചയും മഞ്ഞയും ചുവപ്പൊക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് സിൽവർ കളറും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില പേപ്പേഴ്സിന് കട്ടി കുറവായിരിക്കും, ചിലതിന് കട്ടി ഉണ്ടാവും. ഞാനിത് വാങ്ങിയപ്പോൾ ഏകദേശം ഒരു 2.5 രൂപയായിരുന്നു കേട്ടോ. 2.5 രൂപ കൊടുത്താണ് ഒരു പേപ്പർ വാങ്ങിയത്. അങ്ങനെ ഞാൻ വാങ്ങിയിട്ട് അതിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മെഷർമെൻറ്റ് എടുത്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. പക്ഷേ മെഷർമെൻറ്റ് എടുത്ത് വരയ്ക്കുന്നതൊക്കെ വെറുതെയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെഷർമെൻറ്റ് എടുത്താലും എന്തെടുത്താലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനിതിങ്ങനെ എടുത്തെന്നെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മെഷർമെൻറ്റൊക്കെ എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെറുതെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൈയളവ് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ 2 സൈഡ് കൂടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫെവിക്കോളാണ് കേട്ടോ എടുത്തത്. ഫെവിക്കോളാണ് ഏറ്റവും ബെറ്റർ ഇതിനൊക്കെ വന്നിട്ട്. നമ്മൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടുന്നതുകൊണ്ട് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പേപ്പർ പിടിച്ചെടുക്കുമ്പോഴത്തേന് പേപ്പർ കീറിപ്പോവും. അപ്പോൾ ഒത്തിരി എല്ലായിടത്തും വാരി വലിച്ച് പശ തേക്കാതെ കുറച്ചായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് അപ്പോൾ തന്നെ നമ്മളതൊന്ന് വിടർത്തി കൊടുക്കുന്നത് നല്ലതാണ്. ഒത്തിരി ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ വിടർത്തി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് കിട്ടും. എന്നിട്ട് 2 സൈഡും ഉള്ളിലോട്ടും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് 2 അറ്റത്തും കൂടി വേണ്ടത് ഇങ്ങനെ അവിടെ ഉള്ളിലോട്ടും അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു വീതി അളവ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വീതിക്കാണ് ഞാൻ എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ സ്കൈയിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി പ്രസ് ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഒത്തിരി പ്രസ് ചെയ്യുന്നില്ല. നമ്മൾ സിമ്പിളായിട്ട് മാത്രം പ്രസ് ചെയ്യാന്ന് വെച്ചാൽ ഒത്തിരി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കടലാസ് എന്നൊക്കെ പറയുന്നത് ഒത്തിരി കട്ടിയില്ലാത്തൊരു കടലാസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മുറിഞ്ഞു പോകും. അപ്പോൾ കുറച്ചായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പച്ച മഞ്ഞ ചുവപ്പും എല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു അളവിൽ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും വരുന്നതായിരിക്കും. ജസ്റ്റ് കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സൈഡും നമ്മൾ കറക്റ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആ മടക്കി ഉള്ളിലോട്ട് വെക്കുന്നതിന് മുന്നായിട്ട് പുറത്ത് തന്നെ വെച്ചൊന്ന് മടക്കി കൊടുത്തിട്ട് ഉള്ളിലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് ഇട്ടെടുത്തതെന്ന് വെച്ചാൽ ഫെവിക്കോൾ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ വീഡിയോയിൽ എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് വിട്ടുപോരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഫെവിക്കോൾ നമ്മുടെ ഗ്ലൂ ഗണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ ചെയ്തിരുന്നത് ഫെവിക്കോൾ വെച്ചാണ് കേട്ടോ ചെയ്തിരുന്നത്. അതല്ല കൂട്ടുകാരുടെ കയ്യിൽ ഏത് ഗമ്മാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ 2 സൈഡിലും നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മീതിയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോക്ലേറ്റൊക്കെ വെച്ച് ഇടയ്ക്ക് വെച്ചെടുക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുണ്ട് ഞാനിങ്ങനെ ഒത്തിരി പ്രസ് ചെയ്ത് വലിച്ചപ്പോൾ ആ ഒരു പേപ്പർ കീറിപ്പോയെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ ഒത്തിരി പ്രസ് ചെയ്യുമ്പോൾ ഒത്തിരി ബലത്തിൽ ഇങ്ങനെ മുറുക്കി കൊടുക്കാതിരിക്കുക. നമ്മൾ പതിയെ ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ കട്ടായി പോവും. അപ്പോൾ എന്നിട്ട് നമ്മളൊന്ന് മെഷർമെൻറ്റ് എടുത്തിട്ടൊന്നൊരു കോൺ മാതിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി സെൻറ്ററിലായിട്ട് വന്നിട്ട് ഒരു നൂലൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നൂലൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കൂടി നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിലൊക്കെ ആയപ്പോൾ കുറച്ചൊക്കെ പേപ്പറൊക്കെ തികയാണ്. ഞാൻ എല്ലാത്തിൻ്റെ ഒരേ കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ തികയാണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി വെച്ച് ഞാനിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഒരു ഭാഗം കൂടി കോൺ പോലെ ഇങ്ങനെ വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാറാണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടാണ്. വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് തന്നെ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ക്രിസ്മസ് സ്റ്റാർ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള വള്ളിയൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് പതിയെ ഒന്ന് വിരിച്ചു കൊടുക്കുകയാണ്. വിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി സ്ഥലത്തൊക്കെ ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കൈ വെച്ച് ഒന്ന് പതിയെ ഒന്ന് വിരിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ക്രിസ്മസ് സ്റ്റാറാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടുകാർക്ക് ഇഷ്ടത്തിന് വലുപ്പത്തിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ക്യൂട്ടായിട്ടൊരു കുട്ടി സ്റ്റാർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് വന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ബൈ, ടേക്ക് കെയർ.